ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയനാണെങ്കിൽ ദേവയാനീനെ കാണാൻ വേണ്ടി ചെല്ലുക കേട്ടോ. അപ്പം ദേവയാനി ഇങ്ങനെ അച്ഛൻ സ്വർണം കൊടുത്ത കാര്യത്തെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയനോട്. എന്നിട്ട് പറയാണ്, എന്ത് കണ്ടിട്ടാണോ നിങ്ങളൊക്കെ നയനേനെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് നമ്മുടെ അനാമിക മോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും അതിലൊരു ന്യായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ജയൻ ഇങ്ങനെ നയനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴത്തേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുവാണ്. എന്നിട്ട് പറയാം, ഡോക്ടർ എനിക്ക് സ്ട്രെസ്സ് തരാനെന്ന് പറഞ്ഞത് ചേട്ടൻ കേട്ടതല്ലേ, എന്നിട്ടും പിന്നെ അവളുടെ കാര്യം പറഞ്ഞ് എൻ്റെ ടെൻഷൻ കൂട്ടുവാണോ എന്ന് ചോദിക്കുക കേട്ടോ. ഈ സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ട് പറയുവാണ്, ദേവയാനിക്ക് നാളെ പോകുന്നതിന് മുമ്പ് സൈക്കോളജിസ്റ്റിനോട് ഒന്ന് കൺസൾട്ട് ചെയ്യണം. ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ദേവയാനിന്ന് ഞങ്ങൾക്ക് പല സ്റ്റേജിലും മനസ്സിലായായിരുന്നു എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ്, എന്തോ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടല്ലോ, എന്ത് പറ്റിയിടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മരുമോളെ പറ്റി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഡോക്ടർ, അതാന്ന് പറയും കേട്ടോ. ഇതായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, തനിക്ക് സ്ട്രെസ്സ് വരാൻ നോക്കണമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞത് ഞാനാണ്. റിപ്പോർട്ടൊക്കെ ഞാൻ നോക്കി, ഇപ്പം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, നാളെ ഡിസ്ചാർജുമാണ്. പിന്നെ മരുമോളെ പറ്റി പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. മൂർത്തി സാറ് എൻ്റെ പ്രസംഗം ഞാനൊക്കെ ഒത്തിരി കേട്ടിരിക്കുന്നതാണ്. ക്ലബ്ബിൽ സാറ് വരുമ്പം സംസാരിക്കുന്ന ഓരോ വാക്കുകളും വളരെ കാര്യമായിട്ടാണ് അവിടെയുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കാറ്. സാറ് പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒരുപാട് നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. സാറ് ആ മരുമോളെ മറ്റേ ആരേക്കാളും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കൊച്ചിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ആ മരുമോളെ പറ്റി പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്ന് ജയനോട് പറയും കേട്ടോ. ഇതൊന്നും ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കാണിക്കുന്നത് ദേവയാനീനെ പയ്യെ പിടിച്ച് നടത്താൻ തുടങ്ങുവാണ് കേട്ടോ ആദർശൻ. അതേസമയം നന്ദുവും നയനേനെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. പയ്യെ രണ്ടുപേരും നടന്നു തുടങ്ങി കേട്ടോ. അതേ സമയത്ത് നവ്യ വന്നിട്ട് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി എന്തായാലും അഭി ഇത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവനത് ചെയ്യുമോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ജലജ വരുവാണ്. എന്ത് ചെയ്യുന്ന കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല മോള് പറയുമായിരുന്നു അഭി ദേവയാനിക്ക് വേണ്ടിയിട്ട് ഒരു ശയനപ്രദക്ഷിണം നടത്തണം എന്ന്. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. ജലജ പറയാണ്, ഇവിടെ ചുമ്മാ ഇരിക്കുന്ന എൻ്റെ മോനെയും എന്തെങ്കിലുമൊക്കെ എപ്പോഴും പണി തന്നുകൊണ്ടിരിക്കുക, അത് മാത്രം ഇവളുടെ മെയിൻ സ്വഭാവം, അല്ലാതെ അവനെ സ്നേഹിക്കാനൊന്നും ഇവൾ ശ്രമിക്കുന്നില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന നവ്യ പറയാണ്, മുത്തശ്ശി എനിക്ക് നല്ല സംശയമുണ്ട്, അന്നത്തെ പാല് ഞാൻ കുടിക്കേണ്ടതായിരുന്നല്ലോ, എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഇവനും ഇവൻ്റെ അമ്മയും കൂടെ ചെയ്തതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. ജലജപ്പം പറയുന്നുണ്ട്, അതെ ആരെങ്കിലും സ്വന്തം കൊച്ചുമോളെയോ കൊച്ചുമോനെയോ കൊല്ലുവോ, അല്ലോ പോട്ടെ കുഞ്ഞുങ്ങളെ കൊല്ലുവോ ആരെങ്കിലും. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയണം, അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് മോള് സംശയിച്ചാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസത്തെ സ്നേഹം മാഞ്ഞു പോകുമ്പോൾ ആർക്കാണെങ്കിലും സംശയം തോന്നും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നവ്യ പറയാണ്, എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്ന പാലെടുത്ത് കുടിച്ചിട്ടാണല്ലോ വല്യമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്, അതാണ് അബി ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജലജയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. ആ സമയത്ത് ജലജ മുത്തശ്ശിയോടും നവ്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, അതെ എന്നെ എൻ്റെ മോനേക്കാളും ഇവളോട് ദേഷ്യമുള്ള വേറൊരാൾ ഈ വീട്ടിലുണ്ട്, അനാമിക. അതുകൊണ്ട് എൻ്റെ മോനെ ഇത് കലക്കി കൊടുത്തെന്ന് ആരും കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നവ്യയ്ക്കും മുത്തശ്ശിക്കും ഏകദേശം ഇവരല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. പക്ഷെ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് ജലജ നേരെ ചെന്നിട്ട് അബിയോട് പറയുവാണ്, എടാ നീ ശയനപ്രദക്ഷിണം നടത്തണം, മറ്റുള്ളവരുടെ മുമ്പിലും നീ ദേവയാനിക്ക് വേണ്ടി ചെയ്യുന്നതെന്നായിരിക്കണം തോന്നുന്നത്, പക്ഷെ ശരിക്കും നീ ചെയ്യുന്നത് ദേവയാനിക്ക് വേണ്ടി ആയിരിക്കരുത്, നിനക്ക് വേണ്ടി ആയിരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴും അബിയോഗിക്കുന്ന ഒരെണ്ണം വല്ലതും പോരാ 3 ചെയ്യണം. ഒന്ന് നിൻ്റെ ദേവയാനി എന്ന് പറയുന്ന അപ്പച്ചി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഇവിടെ ഞാൻ വന്ന കാലം തൊട്ട് എന്നെ എന്തോരം കഷ്ടപ്പെടുത്തുന്നതെന്ന് എനിക്കറിയാലോ, അതൊക്കെ ഓർത്തോർത്ത് വേണം നീ ചെയ്യാൻ. പിന്നെ രണ്ടാമത് നിൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ പോവാനും, മൂന്നാമത് നിനക്ക് നല്ലൊരു പെണ്ണ് കിട്ടാനും. എന്തായാലും ഗോവിന്ദൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഇങ്ങോട്ടൊന്നും കൂടുതൽ കിട്ടാൻ പോണില്ല. അപ്പോൾ ഇതുപോലെ വല്ലതും പോയി എവിടെയെങ്കിലും കിടന്ന് ഉരുള്, അത് കണ്ടിട്ട് ദൈവങ്ങളെങ്കിലും നിന്നോട് ഇച്ചിരി സഹതാപം തോന്നിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനി ഏൽപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടനും ആദർശനും നിന്നോടൊരു സിമ്പതി തോന്നിയാലും മതി നമ്മളൊന്ന് രക്ഷപ്പെടാൻ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നബി പറയാണ്, ഉരുളാം. അപ്പോഴേക്ക് ജലജ പറയുന്നുണ്ട്, ഉരുളുന്നൊക്കെ കൊള്ളാം, സ്വന്തം തള്ള ചത്തു പോകണമെന്ന് പ്രാർത്ഥിച്ച് നീ ഉരുളരുത്, നിൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുവാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന അബി പറയണം, അമ്മേ അപ്പം നീ മിണ്ടായിരടാ പോയി ഉരുളാൻ നോക്ക്, എല്ലാവരും മുമ്പിൽ വെച്ച് വേണം കുടുംബക്ഷേത്രത്തിൽ പോയി ഉരുളാൻ, അങ്ങനെയും എന്തേലും പുരോഗമനം ഉണ്ടാവുമോ നോക്കാം ജീവിതത്തിൽ എന്ന് പറയും കേട്ടോ. ഇതൊക്കെയൊക്കെ അബിക്ക് ഭയങ്കര വിഷമാവുകയാണ്. എന്നാലും വേറെ നിർവാഹമൊന്നും ഇല്ലാതെ അബി ശയനപ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കൂടെ ജയനും ആദർശും അനി എല്ലാവരും കൂടെ ഉണ്ട്. ക്ഷേത്രത്തിൽ പോയി 3 തവണ ശയനപ്രദക്ഷിണമൊക്കെ നടത്തി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. ശയനപ്രദക്ഷിണമൊക്കെ നടത്തുമ്പോൾ അബിയുടെ ആഗ്രഹങ്ങളൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ദേവയാനിക്ക് നന്നാവാനും ബെറ്റർ ആവാനും വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കുന്നേ ഇല്ല കേട്ടോ.
പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശ് നയനേനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നാളെ ഡിസ്ചാർജ് ആവും, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ്. അതേ സമയത്ത് ജലജ നേരെ ദേവയാനീനെ കാണാനും ഹോസ്പിറ്റലിൽ ചെല്ലുവാണ് കേട്ടോ. ജലജ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവർക്കും അഭിയോട് വലിയ പുച്ഛമായിരുന്നല്ലോ, പക്ഷേ ഇപ്പം നോക്ക് ഏടത്തിയുടെ കാര്യം വന്നപ്പം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന എൻ്റെ മോനാണ്. അഭി ഏടത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ശയനപ്രതിഷ്ഠ നടത്തിയിരുന്നു. വീട്ടിൽ വന്നപ്പോൾ കൈമുട്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. വിശ്വാസമില്ലെങ്കിൽ ഏടത്തി തന്നെ വിളിച്ച് ചോദിച്ചു നോക്കിയോ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയാണ് എനിക്കിപ്പം നയനേനെ അല്ലാതെ ബാക്കി എല്ലാവരെയും വിശ്വാസമാണ്. അപ്പോഴേക്കും നമ്മുടെ ജലജ പറയാണ് അവളെ സൂഹിക്കാൻ കൊണ്ടേ അവളെ വീട്ടിൽ നിർത്തിയേക്കുമല്ലേ ആദർശം എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് അത് ശരിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ലേ നിർത്തിയത്, ഇനി അവൾ അവിടെ നിന്ന് തിരിച്ച് വരാതിരിക്കാൻ എന്താ മാർഗം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നിങ്ങനെ പറയുക. ആ സമയത്ത് ജലജ എരിവ് കയറ്റാൻ വേണ്ടി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലുള്ളവർക്കൊക്കെ തലയ്ക്ക് വട്ടാണോ എന്ന് എനിക്ക് സംശയം. അച്ഛൻ കൊണ്ട് എത്ര പവൻ്റെ സ്വർണ്ണം അവൾക്ക് കൊടുത്തേക്കുന്നത്, കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ആ ഇടത്തേക്ക് കരൾ പകുത്ത് വന്നേന്ന് തോന്നും എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവേനി പറയുക അവളെൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്നതല്ലാതെ എനിക്ക് കരൾ പോയിട്ട് ഒരു തുണ്ട് കഷ്ണം പോലും മുറിച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആദർശം നയനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ആ വഴി വീഴുന്ന കനക ഗോവിന്ദനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അവർക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് നവ്യമോളുടെ കാര്യത്തിൽ മാത്രമേ ഇതുള്ളൂ, നയനമോളുടെ കാര്യത്തിൽ എനിക്കിനി വിഷമമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കനക പറയുന്നുണ്ട് അത് ശരിയാ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദേവയാനിക്ക് നമ്മുടെ മോളെ ഇഷ്ടമില്ലെങ്കിലും അവർ നല്ലൊരു അമ്മയാണ്, കുടുംബസ്നേഹമുള്ളതാണ്. അതുകൊണ്ട് മകൻ എന്നേലും പറഞ്ഞ് ഈ മരുമകളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മോൾക്ക് അവൾ സ്വർഗമായിരിക്കും. പക്ഷേ ജലജയുടെ കാര്യം അങ്ങനെയല്ല, അവർക്ക് സ്വന്തം കാര്യത്തോട് മാത്രമേ താല്പര്യമുള്ളൂ. അതാണ് എൻ്റെ ഒരു വിഷമം നവ്യമോളുടെ കാര്യം ഓർത്ത് എന്ന് പറയും കേട്ടോ. അതേ ആദർശം പറയുന്നുണ്ട് നീ ഇനി കൂടുതൽ സാഹസമൊന്നും കാണിച്ച് ഒറ്റയ്ക്ക് നടക്കുകയൊന്നും വേണ്ട, എല്ലാം പയ്യെ പയ്യെ ശരിയായിക്കോളും എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയുവാണ് ഈ തന്നതിനൊക്കെ ഈ ചെയ്തതിനൊക്കെ നിനക്ക് എന്ത് പ്രതിഫലം തന്നാലും മതിയാവില്ല എന്ന് പറയും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് ഞാൻ പ്രതിഫലമൊന്നും പ്രതീക്ഷയല്ലോ ആദർശേട്ടാ ചെയ്ത്, ഇപ്പം അമ്മയ്ക്ക് ബെറ്റർ ആയപ്പം എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന അബീനെയാണ്. ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് മേലൊക്കെ വേദന എടുത്ത് തുടച്ച് പിടിച്ചിരിക്കുക കേട്ടോ അബി. ഇത് കണ്ട് അനാമിക വന്ന് ചോദിക്കുവാണ് ഭയങ്കര വേദന ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയും കേട്ടോ അബി. അതേമ്പോൾ പറയുന്നുണ്ട് ഇനി മകരവിളക്ക് വരെ നോയമ്പുണ്ട്, അതാണൊരു അടുത്ത വലിയ ശിക്ഷ എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുകയാണ്. എന്താടാ നീ ശിക്ഷ എന്ന് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല വലിയച്ഛനും ഇളയച്ഛനൊക്കെ ഈ പ്രായത്തിൽ അത് എടുക്കുന്നുള്ളൂ, അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാം അവർക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മുത്തശ്ശ. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ് നാളെ ദേവയാനിയുടെ പക്കപ്പിറന്നാളാണ്, അതുകൊണ്ട് എല്ലാവരും ഒരു നേരം ഇരിക്കണമെന്ന് പറയുവാണ്. അപ്പോൾ അബി ഇരുന്നോളാം എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് അനാമിക ഇച്ചിരി ആളാവാൻ വേണ്ടിയിട്ട് പറയുവാണ് ഞാൻ ഒരു നേരം പോയിട്ട് ഒരു സമയം പോലും കഴിക്കുന്നില്ല, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലൊക്കെ എടുത്തേന്, എന്തായാലും സാരമില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം എന്ന് പറയുവാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് നാളെ ഇവിടേക്ക് ഡിസ്ചാർജുമായിട്ട് വരും ദേവയാനി എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ നവ്യ അങ്ങ് വരുമ്പോഴത്തേക്കും അനാമികരാണ് ഒരുത്തോളുമായിരുന്നു, അവൾ ഒരു നേരം പോയിട്ട് ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് കളയോ ഉപേക്ഷിക്കോ എന്നറിയത്തില്ല എന്ന് പറയും കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വരുന്ന നവ്യ പറയുകയാണ് എനിക്കതിന് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഞാൻ എടുത്തോളാം, വല്യമ്മയ്ക്ക് വേണ്ടിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശനും പറയുന്നുണ്ട് മോളെടുക്കണ്ട, മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, മോളുടെ ഭർത്താവ് എടുക്കുന്നുണ്ടല്ലോ പകരം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നവ്യയ്ക്കാണ് അതിന് അബി എടുക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി ഇങ്ങനെ നീ എന്താ നവ്യ ഇങ്ങനെ പറയുന്നത്, ഞാനിതൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ ഒരു അന്തം വിട്ട് വാ വിളിച്ച് നിൽക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ്റെ മുമ്പ് വെച്ച് അനാമിക നവ്യയുടെ എതിരെ പറയുവാണ് കേട്ടോ. ഇവളെടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇവളുടെ അനിയത്തി എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുവാണ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഇവളെന്നൊന്നും വിളിക്കരുതെന്ന്, ഇതൊക്കെ നിൻ്റെ കുടുംബത്തിൻ്റെ സംസ്കാരമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അനാമികയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. മുത്തശ്ശനോട് സോറി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് സോറി ഒന്നും എന്നോട് പറയണ്ട എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ അനാമികനെ മനസ്സിൽ ചിന്തിക്കും ഈ കളവരെ ഇങ്ങോട്ട് തോറ്റു എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നവ്യ പറയുന്നുണ്ട് ഇപ്പോൾ ഇവള് മനസ്സിൽ മുത്തശ്ശനെ പറഞ്ഞ് ചീത്ത ഓർത്ത് കഴിഞ്ഞാൽ മുത്തശ്ശി ഇവളുടെ കർണക്കുറ്റി നോക്കി ഓർമ്മ കൊടുക്കുമെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. മുത്തശ്ശി ചെറുതായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പറയാണ് ആരും ഇദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഒരു വാക്ക് പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല, ഒച്ച പോലും ഉയർത്തിയിട്ടില്ല, അവിടെയാണ് ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, ആരും കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.